ഹിന്ദിയിൽ സാറിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പാട്ട്, നമ്മൾ ഹിന്ദി മോഡിൽ നിൽക്കണോ? ഹിന്ദി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ എത്ര പാട്ടെന്ന് അസംഖ്യം പാട്ടിന് കണക്കൊന്നുമില്ല ഹിന്ദിയിലെ പാട്ടുകൾ. ഇപ്പോൾ പറഞ്ഞാൽ എത്രയോ പാട്ടുകൾ, എത്ര ആയിരക്കണക്കിന് പാട്ട് എനിക്കറിയാം, എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 ദിവസം ബോംബെയിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ബെസ്റ്റ് ഓഫ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് കേൾക്കാനായിട്ട് റഫീ സാഹബ്, തലത് സാഹബ്, കിഷോർ ദാ, വന്നാദ മന്നാടി, ഹേമന്ത് കുമാർ, ലതാജി, ആശാജി, മുകേഷ്, പിന്നെ ഗീതാദത്ത്. 9 ജെംസ് തന്നെയാണ്. ഇവരുടെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് തന്നു, എനിക്കൊരു CD ആയിട്ട് തന്നു. നമ്മൾ ഈ ഓരോരുത്തരുടെ പാട്ട് കേൾക്കുമ്പോൾ അവരാണ് ഗ്രേറ്റ് തോന്നും. ഇപ്പോൾ റഫീ സാഹിബിൻ്റെ മുകേഷ് ദാർ നോക്കുമ്പോൾ അതായിരിക്കും, മന്നാദാര അതാണ് ഗ്രേറ്റ്. അതാണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അതാണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി. ഇപ്പോൾ ഇന്നാളെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻടോക്സിക്കേഷനാണ് കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ. ഇപ്പോൾ 2 ദിവസമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൻ കേൾപ്പിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്ക് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞു പാട്ട്. ആ പാട്ട് കേൾപ്പിച്ചപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കിഷോർ അപ്പോൾ അങ്ങനെ റെൻഡറിങ്, അങ്ങനെ ക്യാരക്ടർ, ഈ വാസ് എൻ എക്സെൻട്രിക് ക്യാരക്ടറുള്ള ആളായിരുന്നു, എക്സെൻട്രിസിറ്റി ഉള്ളതായിരുന്നു. അങ്ങനെയുള്ള പാട്ടുകൾ എത്ര അസംഖ്യം പാട്ടുകളുണ്ട്. ഇപ്പം എൻ്റെ റഫീ സാഹിബിൻ്റെ മാത്രമല്ല, സർ ദീവാന ഹുവ ബാദൽ, ദീവാന ഹുവ ബാദൽ, ലലലാ ലലാ രീ രീ തലാലലാ തലാലി അംഗടായി, ദീവാന ഹുവ ബാദൽ, ലലലാ ലലാ രീ രീ ലലാ ലലീ അരുമാ ലലാ ലംഗടായി, ദീവാന ഹുവ ബാദൽ. എനിക്ക് അധികം ഹിന്ദി പാട്ടറിയില്ല. കരിഞ്ചൽ ഞാൻ അർത്ഥം അറിഞ്ഞ പാട്ടിനെ സ്നേഹിക്കുള്ളൂ. ഒരു അർത്ഥം അറിയാൻ ഭാഷ എനിക്കറിയില്ല, ആകെ അറിയാൻ ഹിന്ദി അറിയില്ല. എന്നാലും ഇഷ്ടം അറിയാവുന്ന ഒരു പാട്ട് ഞാൻ പറയാം, എനിക്കൊന്ന് പാടാം. മേരാ ജീവൻ കൊറാ കാഗസ്, അത് കിഷോറിൻ്റെ. അത് തന്നെ അതെനിക്കറിയാവുന്നത്. എൻ്റെ പിന്നെ ജീവിതം വെള്ള പേപ്പറാണ്, അതിൽ എഴുതിയിരിക്കുന്നത് നിൻ്റെ പേരാണ്, ബ്ലാങ്ക് പേപ്പറാണ്. मेरा जीवन कोरा कागज कोरा ही रह गया, मेरा जीवन कोरा कागज कोरा ही रह गया, जो लिखा था आंसुओं की नग रह गया, मेरा जीवन कोरा कागज कोरा ही रह गया. അത് അങ്ങനെ രണ്ടറിയെന്ന് പറഞ്ഞാൽ ഓപ്പൺ മേരാ ജീവൻ. എന്താ വോയിസിൻ്റെ ഇതിൻ്റെ ഡെപ്ത് എന്താ അറിയുമോ, എന്താ ത്രോ എന്നറിയുമോ, അതാണ് ഒരു കിഷോർദാർ ഏറ്റവും ആ ത്രോ ആണ്. ഒരിടത്ത് ശ്രുതി പോവില്ല, ശ്രുതി ശുദ്ധം. ഗ്രേറ്റ് സിംഗർ. മേരാ ജീവൻ കോരാ കാഗസ് ഇങ്ങനെ പാടുള്ളൂ. നമ്മൾ ഈ സിനിമയിൽ പാടുന്നത് അടക്കി പാടുക, ആ കച്ചവടമൊന്നും ഇല്ല. അങ്ങനെ അങ്ങ് തുറന്നങ്ങ് അടിക്കുക. അതിൽ തുറന്ന് പാടിയിട്ട് അതിൽ ഭാവം കൊണ്ടുവരിക, അതാണ് ഏറ്റവും ഗ്രേറ്റ്നെസ്. രാഗ് ജിഞ്ചോട്ടി എന്ന് പറഞ്ഞൊരു നമ്മുടെ ചെഞ്ചുരുട്ടിയാണെന്ന് അറിയില്ല, അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് കിഷോർദ. അങ്ങനെ കമ്പോസ് ചെയ്ത്, അങ്ങനെ ഡയറക്റ്റ് ചെയ്ത്, അങ്ങനെ ആക്ട് ചെയ്ത്, അങ്ങനെ എഴുതി. ഏത് പാട്ടായിട്ട്? कोई हमदम ना रहा, कोई सहारा न रहा, जो किसी के लिए कोई सहारा न रहा, कोई हमदम ना रहा. നമ്മൾ കരഞ്ഞു. തനലാന ലലല തനിലാന എന്തൊക്കെയോ പാടുന്നു. ഇതൊരു സുഖമാണെന്നറിയും, ഇതൊരു എക്സ്പ്രഷനാണ്.
നരഹ ഗയി സഹാരാ നരഹ ഇങ്ങനെ പാട് ലലലേ ലലലേ ലലലഹാരാ നരഹ എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻ